എക്സ് പ്ലസ് വൈ ഈക്വൽസ് ഡബ്ല്യു പ്ലസ് ഇസഡ്. എക്സ് വൈ ഇതിൻ്റെ സം എന്ന് പറയുന്നത് ഡബ്ല്യു പ്ലസ് ഇസഡ്, ഡബ്ല്യുവിൻ്റെയും ഇസഡിൻ്റെയും സമ്മിന് ഈക്വലാണ്. സം ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ സം ഓഫ് ഡബ്ല്യു പ്ലസ് ഇസഡ്. പ്രൂവ് ദാറ്റ് എ ഒ ബി ഈസ് എ ലൈൻ. എ ഒ ബി ലൈനാണെന്ന് പ്രൂവ് ചെയ്യണം. എ ഒ ബി ലൈനാണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു പോയിൻ്റാണ്. അറൗണ്ട് എ പോയിൻ്റ്, ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾസിന് സം 360 ആയിരിക്കും. സം ഓഫ് ഓൾ ദി ആംഗിൾസ് റൗണ്ട് എ പോയിൻ്റ് ഈസ് ഈക്വൽ ടു 360. അത് നമുക്കറിയാം. ഗിവൺ എക്സ് പ്ലസ് വൈ ഈക്വൽസ് ഡബ്ല്യു പ്ലസ് ഇസഡ് എന്ന് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഈക്വൽസ് ഡബ്ല്യു പ്ലസ് ഇസഡ് എന്ന് തന്നിട്ടുണ്ട്. ഒരു പോയിൻറ്റിന് അറൗണ്ട് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ എല്ലാത്തിൻ്റെയും സം 360 ആണെന്നറിയാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് ഡബ്ല്യു. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് ഡബ്ല്യു, ഇതിൻ്റെ എല്ലാം സം എന്ന് പറയുന്നത് 360 ആണ്. വൈ? അതിൻ്റെ റീസൺ എന്താണ്? ദി സം ഓഫ് ഓൾ ദി ആംഗിൾസ്. റീസൺ എഴുതാം. ദി സം ഓഫ് all the angles, the sum of all the angles round a point is equal to, round a point is equal to 360. ഒരു പോയിൻറ്റിന് ചുറ്റുമുള്ള ആംഗിൾസിൻ്റെ എല്ലാത്തിൻ്റെയും സം എന്താണ്? 360 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് ഡബ്ല്യു ഈക്വൽസ് 360. ഞാൻ അങ്ങനെ എഴുതി. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നതും ഇസഡ് പ്ലസ് ഡബ്ല്യു എന്ന് പറയുന്നതും സെയിം അല്ലേ? നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് തന്നിരിക്കുന്നത്? ഗിവൺ. വാട്ട് ഈസ് ഗിവൺ? എക്സ് പ്ലസ് വൈയും ഡബ്ല്യു പ്ലസ് ഇസഡും ഈക്വലാണ്. അപ്പം ഞാൻ ഈ എക്സ് പ്ലസ് വൈ എഴുതി. ഇവിടെ എഴുതാം. എക്സ് പ്ലസ് വൈ എഴുതി. ഡബ്ല്യു പ്ലസ് ഇസഡും എക്സ് പ്ലസ് വൈയും ഈക്വൽ ആണെങ്കിൽ ഈ ഡബ്ല്യു പ്ലസ് ഇസഡിന് പകരം ഞാൻ എക്സ് പ്ലസ് വൈ എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? എക്സ് പ്ലസ് വൈയും ഡബ്ല്യു പ്ലസ് ഇസഡും ഈക്വലാണ്. അങ്ങനെയാണ് എക്സ് പ്ലസ് വൈ ഞാൻ എഴുതി. ഈ ഡബ്ല്യു ഇസഡ് പ്ലസ് ഡബ്ല്യുവിന് പകരം ഞാൻ എന്ത് എഴുതാം? ഈ എക്സ് പ്ലസ് വൈ തന്നെ എഴുതാം. കാരണം എക്സ് പ്ലസ് വൈയും ഡബ്ല്യു പ്ലസ് ഇസഡും ഈക്വലാണ്. അപ്പോൾ ഇസഡ് പ്ലസ് ഡബ്ല്യുവിന് പകരം ഞാൻ ഈ എക്സ് പ്ലസ് വൈ തന്നെ എഴുതി. ഈക്വൽസ് 360. അപ്പോൾ ഇക്വേഷൻ 1 തന്നെയാണിത്. ഇത് ഇക്വേഷൻ 1 ആണ്. ഇക്വേഷൻ 1 ഇസഡ് പ്ലസ് ഡബ്ല്യുവും എക്സ് പ്ലസ് വൈ ഈക്വൽ ആയതുകൊണ്ട് ഇസഡ് പ്ലസ് ഡബ്ല്യുവിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ഇസഡ് പ്ലസ് ഡബ്ല്യു വി റൈറ്റ് എക്സ് പ്ലസ് വൈ. യെസ്, ഇപ്പോൾ നമുക്കറിയാം 2 എക്സ് ഉണ്ട് 2 വൈ ഉണ്ട്. 2 എക്സ് ഉണ്ട് 2 വൈ ഉണ്ട് അല്ലേ? അപ്പോൾ എക്സും എക്സും ആഡ് ചെയ്യാം, 2x. വൈയും വൈയും ആഡ് ചെയ്യാം, പ്ലസ് 2y അല്ലേ? എക്സും എക്സും ആഡ് ചെയ്യുമ്പോൾ 2x, വൈയും വൈയും ആഡ് ചെയ്യുമ്പോൾ 2y. 2x പ്ലസ് 2y ഈക്വൽസ് 360. ഈ 2 കോമൺ എടുക്കാം. 2 കോമൺ എടുക്കുമ്പോൾ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എക്സ് ഉള്ളൂ. എങ്ങനെയാണ് 2 കോമൺ എടുക്കുന്നത്? 2x പ്ലസ് 2y അല്ലേ? അതിനകത്ത് 2 കോമൺ എടുക്കുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് കോമൺ ആവുന്നത്. 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് കണ്ടോ, അതാണ് എക്സ്. ഈ 2 കോമൺ എടുത്താൽ 2yനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്താണ്? ബാലൻസ് വൈ. അങ്ങനെയാണ് ബാലൻസ് വന്നത് കേട്ടോ. അല്ലാണ്ട് ഈ എക്സ് 2 എടുത്ത് മാറ്റിയപ്പോൾ വൈ ഒന്നല്ല. കോമൺ ആയിട്ട് എടുക്കുന്നത് 2 ആണ്. ആ 2 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് അകത്ത് എഴുതണം, ഇതിനെ ഡിവൈഡ് ചെയ്ത് അകത്ത് എഴുതണം. അങ്ങനെയാണ് കോമൺ ഫാക്ടർ മാറ്റുന്നത്. ഈ 360 ആണെന്നറിയാം. ദെൻ എക്സ് പ്ലസ് വൈ ഈക്വൽസ് 360. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലിക്കേഷനാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണെങ്കിൽ ഓപ്പോസിറ്റ് ചെയ്യണം, അവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ 2. 360 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 180. ദെൻ വി ഗെറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 180. ഈ എക്സും വൈയും 180 ആണെങ്കിൽ ദെൻ എ ഒ ബി ഈസ് എ ലൈൻ എന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്കെന്ന് പറയാം ദെയർ ഫോർ എ ഒ ബി ഈസ് എ ലൈൻ. എന്തുകൊണ്ടാണ്? ഒരു ലൈനിലുള്ള ആംഗിൾസിൻ്റെ സം 180 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിളിൻ്റെ സം 180 കിട്ടിയാൽ ഉറപ്പായിട്ടും എന്താണ്? ഇറ്റ് ഈസ് എ ലൈനാണ്. അല്ലെങ്കിൽ വേറെ ഇതിലും പറയാം, ഇറ്റ് സം ഓഫ് 2 അഡ്ജസൻ്റ് ആംഗിൾസ്. അഡ്ജസൻ്റ് ആയിട്ടുള്ള ആംഗിൾസിൻ്റെ സമ്മ് 180 ആണെങ്കിൽ നോൺ കോമൺ ആം, ഇത് ഈ ആംഗിളിൻ്റെ ആമാണിത്.
ഈ ആംഗിളിൻ്റെ ആമാണിത്. നോൺ കോമൺ ആയിട്ടുള്ള ആംഗിൾ. ഈ ആം കോമൺ ആണ്. ഈ ആംഗിളിൻ്റെ ആമാണ്, ഈ ആംഗിളിൻ്റെ ആമാണ്. അപ്പോൾ നോൺ കോമൺ ആം അല്ലാത്ത രണ്ട് ആമുകൾ എന്തായിരിക്കും? ഒരു ലൈനിനെ കാണിക്കുന്നത്. അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് 180 ആണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ലൈന് ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പ്രൂവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്തെന്ന് മനസ്സിലായല്ലോ. എക്സ് പ്ലസ് വൈയും ഡബ്ല്യു പ്ലസ് ഇസഡ് പ്ലസ് ഡബ്ല്യു ഈക്വലാൻ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഡബ്ല്യു പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് 360 ആണ്. ആംഗിൾ അറൗണ്ട് എ പോയിൻറ്റ്, സം ഓഫ് ആംഗിൾ അറൗണ്ട് എ പോയിൻറ്റ് 360 ആയിരിക്കും. ഇനി ഈ എക്സ് പ്ലസ് വൈക്ക് പകരം ഈ ഇസഡ് പ്ലസ് ഡബ്ല്യുവിന് പകരം ഞാൻ എക്സ് പ്ലസ് വൈ തന്നെ എഴുതി, രണ്ട് ഈക്വൽ ആയതുകൊണ്ട്. കണ്ടോ? അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് വൈ ഈക്വൽസ് 360. എക്സും ആഡ് ചെയ്തപ്പോൾ 2x, വൈയും ആഡ് ചെയ്തപ്പോൾ 2y. 2 കോമൺ ഫാക്ടർ മാറ്റിയപ്പോൾ എക്സും വൈയും അവിടെ ബാലൻസ് വന്നു. ദെൻ എക്സും വൈ അവിടെ നിർത്തി 2 അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്തു 180. ആംഗിൾ എക്സും ആംഗിൾ വൈയും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടിയാൽ ഉറപ്പായിട്ടും AOB എന്ന് പറയുന്ന ഒരു ലൈന് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. PQR ഈസ് എ ട്രയാങ്കിൾ. PQR ഒരു ട്രയാങ്കിളാണ്. RT ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, QS ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? PQR ഈക്വൽസ് ആംഗിൾ PRQ. ഈ PQR എന്ന് പറയുന്ന ആംഗിൾ PRQ എന്ന് പറയുന്ന ആംഗിളിന് ഈക്വലാണ്. ഈ 2 ആംഗിൾസ് ഈക്വൽ. എന്ത് പ്രൂവ് ചെയ്യണം? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് PQS ആംഗിൾ PQSും ആംഗിൾ PRTയും ഈക്വലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് വളരെ ഈസിക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. വളരെ ഈസിക്ക് നമുക്ക് ചെയ്യാം. വി നോ ദാറ്റ് ഈ ആംഗിളും 180 ആണ്. ലീനിയർ പേഴ്സിലെ ഈ ലൈനിലെ 2 ആംഗിൾസ് ആണ് ഈ ആംഗിളും. അത് ലീനിയർ പേഴ്സ് ആയതുകൊണ്ട് അത് ഈക്വലാണ്. അത് നമുക്ക് ആദ്യം എഴുതാം. എന്തെന്ന് എഴുതാം? ആംഗിൾ PQS ഈക്വൽസ് പ്ലസ് ആംഗിൾ PQR. ആംഗിൾ PQS ആംഗിൾ PQR ആർ സം ഓഫ് ദീസ് 2 ആംഗിൾസ് ഈസ് 180. വൈ? ലീനിയർ പെയർ അല്ലേ? ലീനിയർ പെയറാണ്. ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. ഈ ആംഗിളും ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അത് ലീനിയർ പെയർ അല്ലേ? ആംഗിൾ ഏതൊക്കെയാണ്? PRQ. ആംഗിൾ PRQ പ്ലസ് ആംഗിൾ PRT. ആംഗിൾ PRT ഈസ് the sum of these angles also 180 because they are also linear pairs അല്ലേ? യെസ്. അപ്പോൾ ഈ ആംഗിളും 180 ആണ്, ഈ ആംഗിളും 180 ആണ്. ഇവിടെ നോക്കുക. അപ്പോൾ ഈ ആംഗിളും 180 ആണ്, ഈ ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ 180 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാലോ. ആംഗിൾ PQS പ്ലസ് ആംഗിൾ PQR അത് 180 ആണല്ലോ, ഈക്വൽസ് ആംഗിൾ PRQ പ്ലസ് ആംഗിൾ PRT അതും 180 ആണ്. അപ്പോൾ ഈ സമ്മും ഈക്വലാണെന്ന് നമുക്ക് എഴുതാം. ഇനി നമുക്കൊരു കാര്യം പ്രത്യേകം നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ആംഗിൾ PQR ഈക്വൽസ് ആംഗിൾ PRQ കണ്ടോ? ഈ ആംഗിൾ ഈക്വലാൻ തന്നിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് ആംഗിള്? ആംഗിൾ PQR, ആംഗിൾ PRQ. ഈ ഈക്വൽസിൻ്റെ ബോത്ത് സൈഡിൽ കിടക്കുന്ന ഈ ആംഗിൾ രണ്ട് ഈക്വൽ ആണെങ്കിൽ രണ്ടും കട്ട് ചെയ്ത് കളയാം. പിന്നെ ബാലൻസ് എന്തുണ്ട്? ബാലൻസ് ആംഗിൾ PQS ഉണ്ട്, ഇവിടെ ആംഗിൾ PRT ഉണ്ട്. അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? ആംഗിൾ PQS ഈക്വൽസ് ആംഗിൾ PRT പ്രൂവ്ഡ് ആയി അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? ഈ ആംഗിളും ഈക്വലാണ്. അങ്ങനെയാണ് ഈ ആംഗിളും ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്തു? ഈ ആംഗിളിൻ്റെ സം 180 ആണ്. ഈ ആംഗിളിൻ്റെ സം 180 ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ PQS പ്ലസ് ആംഗിൾ PQR എന്ന് പറയുന്നത് ആംഗിൾ PRQ പ്ലസ് ആംഗിൾ PRTക്ക് ഈക്വലാണ്. വൈ? ബോത്ത് ആർ 180. ഇതിൽ ആംഗിൾ PQRും ആംഗിൾ PRQ ഈക്വലാണ് തന്നിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാലൻസ് എന്തുണ്ട്? ആംഗിൾ PQS ഈക്വൽസ് ആംഗിൾ PRT പ്രൂവ് ചെയ്തു. ഇവിടെ OR പെർപെൻഡിക്കുലർ ടു PQ. OR പെർപെൻഡിക്കുലർ ടു PQ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആംഗിൾ
ആർ ഒ ക്യൂ എന്ന് പറയുന്ന ആംഗിളും ആർ ഒ പി എന്ന് പറയുന്ന ആംഗിളും 90 വെച്ചായിരിക്കും അല്ലേ. അത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ സൈഡിലെ ആംഗിളും ഈ സൈഡിലെ ആംഗിളും 90 ഡിഗ്രി വെച്ചായിരിക്കും. യെസ്, അത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? പ്രൂവ് ദാറ്റ് ആംഗിൾ ആർ ഒ എസ് കണ്ടോ, ആർ ഒ എസ് ദിസ് ഈ ആംഗിൾ ആർ ഒ എസ് എന്ന് പറയുന്നത് കണ്ടോ, ആംഗിൾ ആർ ഒ എസ് ഈക്വൽസ് ഹാഫ് ഓഫ് ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ്. ആംഗിൾ ക്യു ഒ എസ് എന്ന് പറയുന്ന ഈ ആംഗിളിൽ നിന്ന് ഈ ആംഗിൾ മൈനസ് ചെയ്യുന്നതാണ്. ഈ ആംഗിളിൽ നിന്ന് ഈ ആംഗിൾ മൈനസ് ചെയ്യുന്നതാണ് ഈ ആംഗിൾ. മനസ്സിലായില്ലേ? ഈ 2 എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് 1 എന്ന് പറയുന്ന ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ ഈ 3 എന്ന് പറയുന്ന ആംഗിൾ കിട്ടണം. മനസ്സിലായാലോ? 2 എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. ഈ 2 എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് ഈ 1 എന്ന് പറയുന്ന ആംഗിൾ മൈനസ് ചെയ്യുമ്പോൾ ഈ 3 എന്ന് പറയുന്ന ആംഗിൾ കിട്ടണമെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് തന്നിരിക്കുന്ന ആംഗിൾ ക്യു ഒ ആർ ഈക്വൽസ് ആംഗിൾ പി ഒ ആർ ഈക്വൽസ് 90 ഡിഗ്രി. കാരണം എന്താണ്? വൈ ഒ ആർ പെർപെൻഡിക്കുലർ ടു പി ക്യു. ഒ ആർ പി ക്യുവിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ ആംഗിളും ക്യു ഒ ആർ എന്ന് പറയുന്ന ആംഗിളും പി ഒ ആർ എന്ന് പറയുന്ന ആംഗിളും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ആംഗിൾ ക്യു ഒ എസ് കണ്ട, ആംഗിൾ ക്യു ഒ എസ് എവിടെ? ക്യു ഒ എസ് അല്ലേ. ആംഗിൾ ക്യു ഒ എസ് എന്ന് പറയുന്ന ഈ വലിയ ആംഗിൾ ആണെങ്കിൽ ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ? ഈക്വൽസ് ആംഗിൾ ക്യു ഒ ആറും ആംഗിൾ ആർ ഒ എസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആംഗിൾ ക്യു ഒ എസ് അല്ലേ. ആംഗിൾ ക്യു ഒ എസ് കിട്ടണമെങ്കിൽ ആംഗിൾ ക്യു ഒ ആറും ആംഗിൾ ആർ ഒ എസും കൂടി ആംഗിൾ ചെയ്യണം. ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ഈ വലിയ ആംഗിൾ കിട്ടുന്നത്. രണ്ടാമത്തെ ഇക്വേഷനായിട്ട് എഴുതി. ഓക്കെ. ഇനി ആംഗിൾ പി ഒ എസ് അവിടെ ആംഗിൾ പി ഒ എസ് കിട്ടണമെങ്കിൽ ആംഗിൾ പി ഒ ആറിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ഇത് അല്ലേ. ആംഗിൾ ആർ ഒ എസ് മൈനസ് ചെയ്യണം. തേർഡ്. അപ്പോൾ ഈ വലിയ ആംഗിൾ കിട്ടണമെങ്കിൽ ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യണം. ഇനി ഈ ആംഗിൾ കിട്ടണമെങ്കിലോ നമ്മൾ പി ഒ ആറിൽ നിന്ന് ഈ ആംഗിൾ ലെസ് ചെയ്യണം. നമുക്ക് 2 + 3 ഒന്ന് കണ്ടു നോക്കാം. 2 ഉം 3 കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 2 ഉം 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ആംഗിൾ ക്യു ഒ എസ് പ്ലസ് ആംഗിൾ പി ഒ എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്തു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യാൻ പോവാണ്. ആംഗിൾ ക്യു ഒ ആർ പ്ലസ് ആംഗിൾ ആർ ഒ എസ് ഈ ആംഗിൾ ആഡ് ചെയ്യണം. മൈനസ് ചെയ്യണം? മൈനസ് ചെയ്യാം. എന്താണ്? മൈനസ് ചെയ്താലേ കിട്ടുള്ളൂ. 2ൽ നിന്ന് 3 മൈനസ് ചെയ്താലേ കിട്ടുള്ളൂ കേട്ടോ. ഈ 2ൽ നിന്ന് 3 മൈനസ് ചെയ്യാം. അപ്പോൾ ആംഗിൾ ക്യു ഒ എസ് നിന്ന് ആംഗിൾ പി ഒ എസ് മൈനസ് ചെയ്യണം. ഇവിടെയോ ഈ സൈഡാകുമ്പോൾ ക്യു ഒ ആർ പ്ലസ് ആർ ഒ എസിൽ നിന്ന് മൈനസ് ചെയ്യണം. എന്ത്? ഇത് ആംഗിൾ പി ഒ ആർ മൈനസ് ആംഗിൾ ആർ ഒ എസ് മൈനസ് ചെയ്യണം. ഒന്നുകൂടി പറയാം. ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈ സെക്കൻഡ് ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ മൈനസ് ചെയ്യണം. ആഡ് ചെയ്താൽ കിട്ടില്ല. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് തേർഡ് ഇക്വേഷൻ മൈനസ് ചെയ്യണം. അപ്പോൾ ഈ സൈഡ് മൈനസ് ചെയ്യാം. ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ് ഈ സൈഡ് മൈനസ് ചെയ്തു. ഈ സൈഡ് മൈനസ് ചെയ്യുമ്പോഴോ ആംഗിൾ ക്യു ഒ ആർ പ്ലസ് ആംഗിൾ ആർ ഒ എസ് മൈനസ് ഇത് രണ്ട് ടേമുള്ള കാരണം ബ്രാക്കറ്റിലിട്ടു ആംഗിൾ പി ഒ ആർ മൈനസ് ആംഗിൾ ആർ ഒ എസ്. ഇനി ഈ സൈഡ് നമുക്ക് നോക്കാം.
ഇവിടെ ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ് എന്നുണ്ട്. ഈ സൈഡ് നോക്കാം. ആംഗിൾ ക്യു ഒ ആർ പ്ലസ് ആംഗിൾ ആർ ഒ എസ് ഉണ്ട്. ഈ മൈനസും ബ്രാക്കറ്റ് പൊട്ടിക്കുമ്പോൾ പുറത്ത് മൈനസാണ്, അകത്തതിൻ്റെ സൈനൊക്കെ മാറും അല്ലേ. ഈ മൈനസ് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈൻ മാറും. അകത്ത് കിടക്കുന്ന മൈനസ് ബ്രാക്കറ്റിന് പുറത്ത് ഔട്ട് സൈഡിൽ മൈനസ് ആണെങ്കിൽ അകത്ത് കിടക്കുന്ന രണ്ട് ടൈമിൻ്റെയും സൈൻ ഓപ്പോസിറ്റ് ആവും. ഇതിന് മുമ്പിൽ സൈനൊന്നുമില്ല. അപ്പോൾ ഇത് പ്ലസ് ആംഗിൾ പി ഒ ആർ ആണ്, അത് മൈനസ് ആംഗിൾ പി ഒ ആർ ആവും. ഇത് മൈനസ് ആംഗിൾ ആർ ഒ എസ് ആണ്, അത് പ്ലസ് ആംഗിൾ ആർ ഒ എസ് ആവും. ബ്രാക്കറ്റ് പൊട്ടിക്കുമ്പോൾ, ബ്രാക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രാക്കറ്റിൻ്റെ പുറത്ത് മൈനസ് ആണെങ്കിൽ അകത്ത് കിടക്കുന്നതിന് സൈൻ ഓപ്പോസിറ്റ് ആക്കിയാൽ മതി. ആംഗിൾ പി ഒ ആർ മൈനസ് ആംഗിൾ പി ഒ ആർ ആയി, മൈനസ് ആംഗിൾ ആർ ഒ എസ് പ്ലസ് ആംഗിൾ ആർ ഒ എസ് ആയി. ശ്രദ്ധിക്കുക, ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ്. ഇതിനോട് ശ്രദ്ധിക്കുക, ആംഗിൾ ക്യു ഒ ആർ ഇവിടെ ഉണ്ട്. ഞാൻ ഈ ടേമും എടുത്തു, ഈ രണ്ട് ടേം എടുത്തു. ആംഗിൾ ക്യു ആർ ഇത് മൈനസ് ആണ്, മൈനസ് ആംഗിൾ പി ഒ ആർ എടുത്തു. ഇനി ഇവിടെ ആംഗിൾ ആർ ഒ എസ്, ആംഗിൾ ആർ ഒ എസ്, രണ്ട് ആംഗിൾ ആർ ഒ എസ് ഉള്ള കാരണം 2 ആംഗിൾ ആർ ഒ എസ് എന്ന് എടുക്കാം. 2 ആംഗിൾ ആർ ഒ എസ് എന്ന് എടുക്കാം അല്ലേ. മനസ്സിലായില്ലേ? യെസ്. ഇനി ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കേ, ആംഗിൾ ക്യു ഒ ആർ, ആംഗിൾ ക്യു ഒ ആറും ആംഗിൾ പി ഒ ആറും ഈക്വലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടും 90 ഡിഗ്രിയാണ്. രണ്ട് 90 ഡിഗ്രിയാണ് അല്ലേ. ഇത് 90 ഡിഗ്രിയാണ്, ഇത് 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 മൈനസ് 90 ക്യാൻസൽ ചെയ്ത് പോയി. ബാലൻസ് എന്ത് വരും? ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ് അല്ലേ, ഈക്വൽസ്. ഇത് ആംഗിൾ ക്യു ആർ ആംഗിൾ പി ഒ ആർ ഈക്വലാന്ന് തന്നിട്ടുണ്ട് കേട്ടോ. ആംഗിൾ ക്യു ഒ ആർ ഈക്വൽ ആംഗിൾ പി ഒ ആർ ഈക്വൽസ് 90 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ 90, ഇത് 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്, ക്യാൻസൽ ചെയ്തു പോകും. പിന്നെ എന്തുണ്ട്? 2 ആംഗിൾ ആർ ഒ എസ് എന്നുണ്ട് അല്ലേ. ഇനി ആർ ഒ എസ് ഇവിടെ നിർത്താം. അപ്പോൾ ആംഗിൾ ആർ ഒ എസ് അവിടെ നിർത്തി. ഇവിടെ ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ് ഉണ്ട്. ഈ 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷനാണ്. ഇവിടെ വരുമ്പോൾ എന്താണ്? ഡിവിഷൻ ഓഫ് 1/2 എന്ന് എഴുതും. ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുന്നതിന് 1/2 എന്ന് എഴുതിയാൽ മതി. ഡിവൈഡഡ് ബൈ, ഇത് മൾട്ടിപ്ലിക്കേഷനാണ്. ഡിവൈഡഡ് ബൈ, ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതുന്നത് വരും 1/2 എന്ന് എഴുതിയാലും ഓക്കെയാണ്. ഇത് ഡിവൈഡഡ് ബൈ 2 എന്നേ വായിക്കുകയുള്ളൂ. പ്രൂവ് ചെയ്തില്ലേ? അതല്ലേ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കണേ. അതാണ് ആർ ഒ എസ് ഈക്വൽസ് ഹാഫ് ഓഫ് ക്യു ഒ എസ് മൈനസ് പി ഒ എസ്. നമുക്ക് കിട്ടി ആർ ഒ എസ് ഈക്വൽസ് ഹാഫ് ഓഫ് ക്യു ഒ എസ്, ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ്. അങ്ങനെ കിട്ടി. എഴുതാം, ഹാഫ് ഇൻറ്റു ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ് കിട്ടി. പ്രൂവ് ചെയ്തു. അപ്പോൾ ഇതൊന്നുകൂടി ഞാൻ പറയാം, നല്ല ക്ലാരിറ്റി വരികയുള്ളൂ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആംഗിൾ ആർ ഒ എസ്. ഈ ആർ ഒ എസ് എന്ന് പറയുന്ന ആംഗിൾ ഹാഫ് ഓഫ് ആംഗിൾ ക്യു ഒ എസ് മൈനസ് പി ഒ എസ് പ്രൂവ് ചെയ്യണം. അതെന്തേ ആയിക്കോട്ടെ, നമ്മളത് നോക്കണ്ട. നമുക്കിവിടെ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് ആംഗിൾ ആർ ക്യു ഒ ആറും പി ഒ ആറും 90 ഡിഗ്രി വെച്ചാണ്. ക്യു ആർ പി ക്യുവിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഓക്കെ, അതെഴുതി. എന്നിട്ട് നമുക്ക് എഴുതേണ്ട ഈ വലിയ ആംഗിൾ, ഈ ആംഗിൾ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ ആംഗിൾ കിട്ടും. ഇത് എഴുതി. ആംഗിൾ ക്യു എസ്, ആംഗിൾ ക്യു ഒ എസ് കിട്ടണമെങ്കിൽ ആംഗിൾ ക്യു ഒ ആറും ആംഗിൾ ആർ ഒ എസും കൂടെ ആഡ് ചെയ്യണം, എഴുതി. ഇനി ഈ 90 ഡിഗ്രിയുള്ള ആംഗിളില്ലേ, ഈ ആംഗിൾ പി ഒ ആർ, ഈ ആംഗിൾ പി ഒ എസ്, ഈ ആംഗിൾ പി ഒ എസ് ആണെങ്കിൽ ഈ ആംഗിളിൽ നിന്ന് ഈ ആംഗിൾ മൈനസ് ചെയ്യണം. അപ്പോൾ ആംഗിൾ പി ഒ എസ് ഈക്വൽസ് ആംഗിൾ പി ഒ ആർ മൈനസ് ആംഗിൾ ആർ ഒ എസ് എന്ന് എഴുതി. കണ്ടോ? എന്നിട്ട് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്തു. സെക്കൻഡ് ഇക്വേഷൻ തേർഡ് ഇക്വേഷൻ മൈനസ് ചെയ്തു. അപ്പോൾ സെക്കൻഡും തേർഡ് മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ ക്യു എസ് മൈനസ് ആംഗിൾ പി ഒ എസ്, ഇവിടെ ആംഗിൾ ക്യു ആർ പ്ലസ് ആംഗിൾ ആർ ഒ എസ് മൈനസ് ആംഗിൾ പി ഒ ആർ മൈനസ് ആംഗിൾ ആർ ഒ എസ്. യെസ്. ഇനി എന്ത് ചെയ്തു? ആംഗിൾ ക്യു ആർ ആംഗിൾ പി ഒ ആർ ഇവിടെ എഴുതി. ഇനി ആംഗിൾ ആർ ഒ എസും ആംഗിൾ ആർ ഒ എസും ആംഗിൾ 2 ആർ ഒ എസ് കിട്ടി. കാരണം ബ്രാക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്നത്. ക്യു ആർ ആർ ഒ എസ് ഉണ്ട്. ബ്രാക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആവും. ഇനി ഇതും ഞാൻ എഴുതി. ആംഗിൾ ക്യു ആർ ആംഗിൾ പി ഒ ആർ എഴുതി.
ഇവിടെ രണ്ടിലും ROS, ആംഗിൾ ROS രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 2 ROS, 2 ROS എന്ന് എഴുതി. ആംഗിൾ QR ആംഗിൾ PORും ഈക്വലാണ്. 90 ഡിഗ്രി എന്ന് പറഞ്ഞത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആംഗിൾ QS മൈനസ് ആംഗിൾ POS എന്ന് പറയുന്നത് 2 ROS എന്ന് കിട്ടി. ഈ ROS അവിടെ ഞാൻ നിർത്തി. ROS അവിടെ നിർത്തിയിട്ട് ഈ 2 ഇതിൻ്റെ അടിയിൽ കൊണ്ടിട്ടു. അതാണ് 1/2 എന്ന് കിട്ടി. അപ്പോൾ 1/2 ഇത് 1/2 എന്ന് കിട്ടും. കണ്ടോ? ആംഗിൾ QS മൈനസ് ആംഗിൾ POS എന്നിട്ട് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു. 1-2 പ്രാവശ്യം ചെയ്തൊന്ന് നോക്കണം, എങ്കിലേ മനസ്സിലാവുള്ളൂ കേട്ടോ.